ഇന്നിപ്പോൾ മലയാള മനോരമ ഈ സ്ഥാനാരോഹണത്തിന് ശേഷം അല്ലെങ്കിൽ സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് ആയതിനു ശേഷം ആ ചടങ്ങ് അവിടെ ഉണ്ടായിട്ടുള്ള ആ കാഴ്ചയിൽ നിന്നൊക്കെ ആവേശഭരിതമായി മലയാള മനോരമ മുഖപ്രസംഗത്തിലൂടെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുന്നു എന്ന നിലയിൽ പറയുമ്പോൾ അതിലൊരിടത്ത് പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു അത്രേ, ഏതോ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ പറഞ്ഞു എന്നാണ് ഈ മുഖപ്രസംഗം പറയുന്നത്. പിണറായി സർക്കാരിലും മെച്ചപ്പെട്ട സർക്കാരിനെ കേരള ജനത അർഹിക്കുന്നുണ്ട് എന്നുവെച്ചാൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസിൽ അങ്ങനെ നേതാക്കളെല്ലാം കൂടെ അങ്ങ് ചേർന്ന് ഐക്യപ്പെട്ട് നിന്നാൽ, കെ മുരളീധരൻ പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ് നമ്മളെന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുന്നവർക്കൊരു സംശയം തോന്നും. അങ്ങനെ നമ്മൾ അങ്ങനെ നിന്നു കൊടുത്താൽ മതി, അപ്പോൾ പിണറായിയേക്കാൾ മെച്ചപ്പെട്ട ഒരു സർക്കാരിനെ നമ്മൾക്ക് സമ്മാനിക്കാനാകും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് ധരിച്ചാണ് കോൺഗ്രസ്സുകാരെങ്കിലും അല്ലെങ്കിൽ അതിനെ പിൻപറ്റി നിൽക്കുന്ന മാധ്യമങ്ങളെങ്കിലും ധരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഈ മുഖപ്രസംഗമെങ്കിലും മിനിമം വായിച്ചാൽ ശ്രീ അനിൽകുമാർ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ചർച്ചയിലെ ബഹുമാനപ്പെട്ട 3 അതിഥികൾ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. എൻ്റെ വിയോജിപ്പിന് കാരണം, കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ അമാനുഷികന്മാരല്ല. ഒരു കോൺഗ്രസ് നേതാവും കേരളത്തിൽ ചരിത്രപരമായ സംഭാവനകൾ നൽകി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല. ആധുനിക കേരളത്തെ വികസിപ്പിച്ചതിൽ സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസിലെ നേതാക്കന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പുതിയ കേരളം ഉണ്ടായ ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വം വിമോചന സമരം മുതൽ എടുത്തിട്ടുള്ള സമീപനം നിഷേധാത്മകമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് സംഭാവന നൽകി അതിൻ്റെ ഭാഗമായി ജനമനസ്സിൽ ഇടം നേടി ഇതാ വലിയ നേട്ടങ്ങൾ നാടിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന തരത്തിൽ ഒരാളും ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടില്ല. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിർമ്മിക്കപ്പെട്ടത്? എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി. അപ്പോൾ കുഴിയാനെ ആനയാക്കാൻ കഴിയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മുമ്പിൽ 2-3 ദിവസക്കാലം കൊണ്ട് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പ്രേംകുമാർ അവതരിപ്പിച്ച ഹരിശ്രീ അശോകന്റെ രൂപത്തിലുള്ള ഒരാളെ ശരിയായ ഗോതയിൽ ഇറക്കുന്ന ഒരു വലിയ കരുത്തുറ്റ ആളായി അവതരിപ്പിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളുടെ ഒരു ബിംബവൽക്കരണത്തിലാണ് ഈ വലതുപക്ഷത്തിന്റെ നേതാക്കന്മാരായി വലിയ നേതാക്കന്മാരായി വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു നേതാവിനെയും കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് കാണാൻ പാടില്ല. വ്യക്തികൾ തമ്മിലല്ല ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസിന് കേരളത്തിലുള്ള സ്വാധീനം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്കുള്ള സ്വാധീനം മാത്രമല്ല, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വാധീനമാണ്. ആ സ്വാധീനത്തെ നിലനിർത്താൻ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ തിരക്കഥകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, ആഖ്യാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു ആഖ്യാനമാണ് മലയാള മനോരമയിൽ ആശ്വാസ നിർഭരമായി ഇന്ന് അവതരിപ്പിച്ചത്. മാതൃഭൂമിയും ആ വഴിക്ക് തന്നെയാണ്, ചാനലുകളും ആ വഴിക്ക് തന്നെയാണ്. ആഘോഷങ്ങളായിരുന്നു. കേരളത്തിലൊരു മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുമ്പോൾ അതിനേക്കാൾ ഗൗരവത്തിലാണ് ഇപ്പോൾ ഈ ആഘോഷങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ നിയമിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ഗവർണറെ നിയമിക്കുന്ന പോലെ, ഗവർണർമാർ പിരിച്ചുവിടപ്പെടുന്ന പോലെ, ഗവർണർ നിയമിക്കപ്പെടുന്ന പോലെ ഒരു സ്ഥാനത്ത് നിയമിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാണ്ട് ഇവർക്ക് വേറെ അധികാരമൊന്നുമില്ല. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ മാത്രമുള്ള ചില കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്കൊന്നും അധികാരമൊന്നുമില്ല. അപ്പോൾ ഇവരെയൊക്കെ ബിംബവൽക്കരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ ചോദ്യം ഉയർത്തുന്നത്. കോൺഗ്രസ് പാർട്ടി കേരളത്തിന് നൽകുന്ന സംഭാവന എന്താണ്? നമുക്ക് സുധാകരന്റെ കാലം എടുക്കാം, 10 കൊല്ലക്കാലം. അതിൽ സുധാകരൻ 4 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ 10 കൊല്ലം എടുക്കുന്നത് 2010 മുതൽ 2015 മുതൽ 25 വരെയുള്ള കാലമാണ്. 4 തെരഞ്ഞെടുപ്പുകൾ LDF ജയിച്ചു, 2 തെരഞ്ഞെടുപ്പുകൾ UDF ജയിച്ചു. LDF ജയിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സംഘടനാ ബലം പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും. ദേശീയ രാഷ്ട്രീയ പരിസരമാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിസരം എന്നുള്ളതുകൊണ്ട് അതിന്റെ വിജയം കേരളത്തിലെ KPCCയുടെ വിജയമായിട്ട് ഒരാൾ പോലും കണക്കാക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ബഹുമാനപ്പെട്ട കെ സുധാകരൻ പറയുന്ന പോലെ എത്രയോ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എന്നെ എന്തിനാ മാറ്റിയത്? 1.5 ലക്ഷം വോട്ടിന് അവിടെ കണ്ണൂരിൽ ജയിച്ച സുധാകരനെ എന്തിനാ മാറ്റുന്നത്? ഇത്രയും വലിയ ജനപിന്തുണയുള്ള ആളെ മാറ്റുന്നത് എന്തിനാണ്? തീരെ ജനപിന്തുണ ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ കോൺഗ്രസ്സുകാർക്കുള്ളിൽ നല്ല ബുദ്ധിയുണ്ട്. ലോകസഭയിൽ ജയിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ലോകസഭയിലേക്കുള്ള വോട്ട് മാത്രമാണത്. നിയമസഭയിൽ വോട്ട് വേറെയാണ്. ആളുകൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് 2015-16 പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഈ 3 തെരഞ്ഞെടുപ്പുകളിലെ ഫലം നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള എഡ്ജുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഈ എഡ്ജ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയെ ശക്തിപ്പെടുന്ന കുറേ വസ്തുതകൾ വന്നു. ഞാൻ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പിണറായി സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സർക്കാരിനെ കേരളം അർഹിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി അല്ല ആദ്യം പറഞ്ഞത്. ആദ്യമായിട്ടത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ട് അദ്ദേഹം മന്ത്രിസഭാ വാർഷികത്തിന് പോയി നാട്ടുകാരുടെ വർത്തമാനം പറയുകയാണ്. ഞങ്ങളത് ഒരു 900 കാര്യമാണ് വെച്ചിരുന്നത്, ആദ്യം 600 വെച്ചത്, 900 ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സർക്കാരിന് നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഞങ്ങൾ ഇന്നതിനൊക്കെ നടപ്പാക്കി, ബാക്കി നടപ്പാക്കണം, നിങ്ങളുടെ അഭിപ്രായം പറയൂ. 1ാം പിണറായി സർക്കാർ, 2ാം പിണറായി സർക്കാർ, ഇതിലേതാണ് മെച്ചം?
കുറെ നാൾ പത്രങ്ങളെല്ലാം പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന് അത്രയും വരുന്നില്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അത്രയും വരുന്നില്ല എന്നാളെ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല, കരുണാകര സർക്കാരിന്റെ അത്രയും വന്നിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം വന്ന കണക്കെന്താണ്? കോവിഡ് കാലത്ത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മരണം എത്രയോ അതിൽ നിന്നും 50% അധികം മാത്രമാണ് അധിക മരണം ഉണ്ടായത്. അതിനർത്ഥം എന്താണ്? ഇന്ത്യ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ ആ മരണാനുപാത കണക്കിൽ നിന്നും കേരളം എത്രയോ കുറഞ്ഞ മരണനിരക്കായിരുന്നു. ഇത് തെളിയിക്കുന്ന എന്താണ്? പിണറായി സർക്കാർ ശരിയായ വഴിയിലാണ് കോവിഡ് കൈകാര്യം ചെയ്തത്. ഇത്തരം ആഖ്യാനങ്ങളെല്ലാം സർക്കാരിനെതിരായി നിർമ്മിക്കുമ്പോൾ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സർക്കാർ രാഹുൽ ഗാന്ധിക്ക് കിട്ടണ എന്ത് വേണം? മരണം കുറഞ്ഞ കേരളമല്ലാത്ത മറ്റൊരു സംസ്ഥാനമുണ്ടോ കോൺഗ്രസിന്റെ മാതൃകയായി? അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ പിണറായി സർക്കാരും മെച്ചപ്പെട്ട സർക്കാരാണ്. ഇന്ന് ജില്ലാതലത്തിൽ നടക്കുന്ന അവലോകന യോഗത്തിലും ജില്ലാതലത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലും മുഖ്യമന്ത്രിയാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്താണ് നേതൃത്വം കൊടുക്കുന്നത്? ഇന്നത്തെ രണ്ടാം പിണറായി സർക്കാരിനേക്കാൾ മികവാർന്ന നിലയ്ക്ക് അടുത്ത സർക്കാർ നവകേരള എങ്ങനെ കെട്ടിപ്പടുക്കും, അതിന് മത്സരിക്കാൻ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടുത്തെ മാധ്യമങ്ങൾ ആകെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും നേതാക്കന്മാർ ബിംബവൽക്കരിക്കുകയാണ്. ഇപ്പോൾ സുധാകരൻ വന്നു, കോൺഗ്രസിനെ മാറ്റി CPM-നെ പോലെ സെമി കേഡറാക്കാൻ പോകുന്നു. എന്നിട്ട് എന്തായി? കോൺഗ്രസിന്റെ സെമി കേഡർ എന്തായി? അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സംഘടനാപരമായി വട്ടപൂജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാർ പാൻ കേരള ബന്ധമുള്ള ഒരു നേതാവും കോൺഗ്രസിലില്ല. അപ്പൊ തൽക്കാലം ചില പരീക്ഷകൾ നടത്തുന്നു. അത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയിലാണ് ഈ നേതാക്കന്മാർ നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കേരള രാഷ്ട്രീയത്തിനകത്ത് നവകേരള നിർമ്മിതിക്ക് പിണറായി സർക്കാർ തുടർ ഭരണത്തിലേക്ക് എന്ന കാഴ്ചപ്പാട് വെക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ നയം അത് വ്യക്തമാക്കട്ടെ. LDF 2016 അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയമായും ആ സ്വാധീനത്തെയും ഒക്കെ ഇല്ലാതാക്കുമെന്ന് ശപഥം ചെയ്തു വന്ന ഏതാണ്ട് 4 KPCC പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു. 5-മനാണ് സണ്ണി ജോസഫ്. അവർക്ക് ആർക്കും ആ നിലയിൽ കോൺഗ്രസ് സംഘടനയെ മെച്ചപ്പെടുത്താനോ ശക്തിപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി ഇടതുപക്ഷത്തിന് മുൻപാകെ അവതരിപ്പിക്കാനോ കഴിയാത്ത വിധം പരാജയപ്പെട്ട് പടിയിറങ്ങി പോയവരാണ്. അവരുടെ പാർട്ടിയിൽ തന്നെ അവരൊക്കെ തിരസ്കരിക്കപ്പെട്ടാണ്, അപമാനിതരായി തന്നെയാണ് ഓരോ ഘട്ടത്തിലും പോന്നിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഓരോ ഘട്ടത്തിലും പ്രത്യാശയുടെ ഒരു വലിയൊരു മീഡിയ ഹൈപ്പ് ആ കോൺഗ്രസ് പാർട്ടിക്ക് മേൽ അല്ലെങ്കിൽ UDF-ന് മേൽ ഒരു കുട പോലെ നിൽക്കുന്നില്ലേ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന്? കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇല്ലാത്ത കുറ്റങ്ങളില്ല. പക്ഷേ കോൺഗ്രസ് ആവട്ടെ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന UDF ആകട്ടെ, വലിയ തോതിൽ വലിയ പിന്തുണയും സംരക്ഷണവും പ്രചാരണവും നൽകുന്ന ആ ഒരു വലിയ കുടയുണ്ടല്ലോ, അതിനിയും പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാസങ്ങളിലും കാലത്തും ഇനിയും കൂടും. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപക്ഷെ ഉയരാവുന്ന ഒരു പ്രധാന വെല്ലുവിളി. തോറ്റുമടങ്ങിയ KPCC പ്രസിഡന്റുമാരെല്ലാം പരാജയപ്പെട്ടു പോയത് വ്യക്തിപരമായ കാരണങ്ങളാലല്ല. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വന്ന മാറ്റമാണ് പ്രധാനം. എന്താണ് ആ മാറ്റം? 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബലാബലം നോക്കിയാൽ 68-72 ആയിരുന്നു. അത് LDF UDF തമ്മിലുള്ള സാമ്പ്രദായിക യുദ്ധത്തിന്റെ ഭാഗമായി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നൽകിയ ഒരു ആനുകൂല്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് LDF-നെ യഥാർത്ഥത്തിൽ മറികടന്ന് UDF ആ അധികാരം പിടിച്ചെടുത്തതാണ്. പക്ഷേ അധികാരം അസാൻമാർഗികതയുടെ ആഴങ്ങളിലേക്ക് പോയി. ശെൽവരാജിന്റെ കൂറുമാറ്റം മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ ചെന്നു പതിച്ച അസാൻമാർഗികതയുടെ ആഴങ്ങൾ നമുക്കറിയാം. അവിടുന്നാണ് നമ്മൾ മോചിപ്പിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതിനുശേഷം കേരള കോൺഗ്രസും LDF-ലേക്ക് വന്നതോടുകൂടി മുന്നണിയുടെ ബലാബലം മാറി. ഈ മുന്നണിയുടെ ബലാബലം മാറിയപ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പൊളിഞ്ഞു. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. UDF-ന്റെ പ്രസക്തി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന് പിന്നിൽ എല്ലാ ജാതിമത ശക്തികളെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു അവരുടെ ബേസ്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ പ്രത്യക്ഷത്തിൽ നിൽക്കാനാവാത്ത വിധം മാർക്സിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം അടിയുറച്ച ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് നിൽക്കാനാവാത്ത പ്രതിസന്ധി വന്നിരിക്കുന്നു. അന്നേരമാണ് UDF-ന്റെ ചോർച്ച തടയാൻ പുതിയ വഴികൾ കണ്ടെത്തിയിരിക്കുന്നത്. അതെന്താണ്? ഒരു സ്വത്വ രാഷ്ട്രീയമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടു പോയാൽ മുസ്ലിം ലീഗ് ഇല്ലാതെയാകും. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ രക്ഷിക്കാൻ യജ്ഞം ആരംഭിക്കുകയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയാണ്, SDP ആണ്. അതിൻ്റെ ഭാഗമായി ഒരു ഇസ്ലാമിക സ്വത്ത് രൂപീകരണം. അപ്പുറം വഖഫ് നിയമമുണ്ട്. ആ വഖഫ് നിയമത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് ആളുകളെ തടുത്തു കൂട്ടുമ്പോൾ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെതായ നിലയ്ക്ക് ഒരു സ്വത്ത് രൂപീകരണം നടക്കുകയാണ്. ബ്രദർഹുഡിന് ആ ബ്രദർഹുഡ് നേതാവിന്റെ ചിത്രം ലീഗിന്റെ റാലിയിൽ ഉയർന്നു വന്നപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഞെട്ടിയോ? ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നപ്പോൾ അബ്ദുൽ നാസർ മദിനി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പിണറായി വിജയനോടൊപ്പം വേദി പങ്കിട്ടത് ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ബ്രദർഹുഡിന്റെ തലവന്റെ ചിത്രം ഉയർത്തി ലീഗ് വഖഫ് റാലി നടത്തിയപ്പോൾ നിങ്ങൾ ഞെട്ടിയാ? എന്താ ഞെട്ടാത്തത്? ഇവിടെ വളരെ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്ത് കിട്ടേണ്ട വോട്ടുകൾ ചോർത്തിയാൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുത്താനാകുമോ?
അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സാമുദായിക ധ്രുവീകരണത്തിലേക്ക് എങ്ങനെ ലീഗിനെ കൊണ്ടുപോകാം, എങ്ങനെ UDF കൊണ്ടുപോകാം. മറുഭാഗത്ത് BJP ശക്തിപ്പെടാൻ വേണ്ടി മറുതന്ത്രം പ്രയോഗിക്കുന്നു. അതിനവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ വിരട്ടുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടത്തക്ക നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും തൃശ്ശൂർ മാതൃകയിൽ. ഇതാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ യുദ്ധം നടക്കാൻ പോകുന്നത് ഈ തരത്തിലാണ്. അതിനെ നേരിടണമെങ്കിലോ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി ആരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അതിൽ CPM-നെ സംബന്ധിച്ച് പറയാം, സംഘടനാപരമായി CPM അതിന്റെ ഏറ്റവും മെച്ചപ്പെട്ട കാലത്തേക്ക് എത്തിയിരിക്കുന്നു. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ കെട്ടിയിറക്കിയല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സെക്രട്ടറിമാരെയോ ഏതെങ്കിലും ഘടകത്തെയോ കെട്ടിയിറക്കിയതല്ല, സ്വാഭാവികമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാനിക്കാൻ മാധ്യമങ്ങൾ തയ്യാറല്ല. ഇന്നലെ വരെ ഗോവിന്ദൻ മാസ്റ്റർ, ഇന്ന് മാധ്യമങ്ങൾ ഗോവിന്ദനായി. എന്താണ് സണ്ണി എന്ന് പറയുന്നത്? സൂര്യസണ്ണിയായി മാറിത്തീരുന്ന ഒരു സണ്ണി ഡേയ്സ് എന്ന് മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ ഗോവിന്ദനാക്കി തീർക്കുന്ന തരത്തിലേക്കുള്ള അപനിർമ്മിതിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് ഖദർ ഗ്ലാമറുകൾ പൊള്ളയായ ചിരിയിലൂടെ നിർമ്മിച്ചെടുക്കുന്ന അവരുടേതായ ആ പൊള്ളയായ രാഷ്ട്രീയത്തിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ വാഴ്ത്തുന്നു, ഉയർത്തിപ്പിടിക്കുന്നു. ഇടതുപക്ഷ നേതാക്കന്മാരെ അപനിർമ്മിതി നടത്തിക്കൊണ്ട് ആക്രമിച്ച് തകർക്കാൻ നോക്കുന്നു. ഇതാണ് യുദ്ധം. ഈ യുദ്ധത്തിനകത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ്. കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയൊക്കെ നമുക്കറിയാം, നാട്ടിലെ ശക്തിയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങളെ ചെറുത്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കണം. നിങ്ങളുടെ നാട്ടിൽ എന്ത് മാറ്റം? 9 കൊല്ലക്കാലം കൊണ്ട് ഈ സർക്കാർ എന്ത് മാറ്റമുണ്ടാക്കി? അതിലൂടെ പുതിയ കേരളത്തെ ജനങ്ങൾ കാണട്ടെ. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം.